ഞാനുള്ളത് മലക്കപ്പാറയിലാണ്. മലക്കപ്പാറ ഫോറസ്റ്റ് ഓഫീസിലുള്ളത്. തൊട്ടപ്പുറത്ത് മലക്കപ്പാറ പോലീസ് സ്റ്റേഷനുണ്ട്. അടിപൊളി കോടമഞ്ഞ് നിന്നിട്ട് ഞാൻ മലക്കപ്പാറയെ വന്നിട്ട് ഇവിടെ തിരിച്ച് നേരെ ആതിരപ്പള്ളി വഴി എറണാകുളത്തോട്ട് പോവാണ്. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഗ്രൂപ്പ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മലക്കപ്പാറ ഫോറസ്റ്റ് ഓഫീസ്. നമ്മൾ വായച്ചാലിന് ടിക്കറ്റ് എടുത്ത പോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് കയറും ടിക്കറ്റ് കിട്ടും. ഇതേ ടിക്കറ്റ് നമ്മൾ തന്നെ തൊട്ടപ്പുറത്ത് വായച്ചാൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. ബൈക്കിനൊക്കെ 4 മണി വരെ സമയവും, കാറിനൊക്കെ 6 മണി വരെ അവിടെ സമയമുള്ളത് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി കോടമഞ്ഞ്, നല്ല വ്യൂ ആണ്. എന്തായാലും ഈ ഒരു ഫോറസ്റ്റ് ഓഫീസ് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല കോടമഞ്ഞും എന്തായാലും അടിപൊളിയാണ്, ഉഷാറാണ്. ഇനിയിപ്പോൾ നമ്മൾ പോണ വയ്ക്കുമ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്കിനി ഫോറസ്റ്റ് വഴി ഇറങ്ങി നേരെ അതിരപ്പള്ളി, ചാലക്കുടി, എറണാകുളമായിട്ടാണ് നമ്മൾ നേരെ പോണത്. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇവിടുത്തെ കോടമഞ്ഞ് കൂടി വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് പോണ വഴിയാണ്. നമ്മളിങ്ങോട്ട് വരുന്ന കണ്ട ഒറ്റക്കൊമ്പിലൊക്കെ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ, തണുപ്പ് കിടക്കുന്നുണ്ട്, നല്ല വിഷമുണ്ട്. അതിനിപ്പം തൊട്ടപ്പുറം തന്നെ മലക്കപ്പാറ ടൗൺ വരുന്നത് തൊട്ടപ്പുറം തന്നെയാണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ അതിരപ്പള്ളി റൂട്ടിൽ കേട്ടോ. അവിടെ എന്താ കിട്ടാൻ നോക്കാം. നല്ല ഫുഡൊക്കെ കഴിക്കണം. ഈ കാണുന്ന ചെറിയൊരു സ്ഥലമാണ് മലക്കപ്പാറ അങ്ങാടി കേട്ടോ. ഇവിടെ 3 ഹോട്ടലുണ്ട്, നാടൻ ഭക്ഷണശാല. നമ്മളിപ്പോഴത്തേക്ക് ഇവിടെ ക്യാൻറ്റീൻ, നാടൻ ഭക്ഷണശാല ഇവിടെയാണ് കയറുന്നത്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നേരെ അകത്തോട്ട് കയറി നമുക്ക് ഇവിടെ എന്തായാലും നോക്കട്ടോ. മലക്കപ്പാറ കണ്ട കോഴി കേട്ടോ, വെറൈറ്റി കോഴി, നല്ല വലിയ വാലൊക്കെ ഉള്ള നല്ല അടിപൊളി കോഴി കേട്ടോ. അപ്പം നല്ല ഇവിടുത്തെ ഊണൊക്കെ കഴിക്കുന്നതാണ് പറയുന്നത്. അവിടെ വേറെ എന്തെല്ലാം നോക്കിയിട്ട് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് ഇപ്പോൾ, അല്ലാണ്ട് വേറെ വഴിയില്ല കേട്ടോ. നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. നേരത്തെ കയറിയ കടയിൽ ഭക്ഷണമൊന്നുമില്ല, കാരണം നല്ല തിരക്കുള്ള കാരണം എല്ലാവർക്കും ഭക്ഷണം ഓൾമോസ്റ്റ് തീർന്നിട്ട്. അപ്പോൾ ഇവിടുന്ന് വേറെ കടയിൽ കയറി അങ്ങനെ അവസാനം ഒരു ഹോട്ടലിൽ നിന്ന് പൊറോട്ട ഇട്ടിട്ടുണ്ട്. പൊറോട്ട ഓർഡർ ചെയ്തിരിക്കുന്നു. അപ്പോൾ തിരക്കായ കാരണം പൊറോട്ട ഒരു മേക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മറ്റേ പാക്കറ്റ് പൊറോട്ട അത് കഷ്ടം. അങ്ങനെ മലക്കപ്പാറ വന്നിട്ട് കുറേ ഹോട്ടലിൽ കയറി കഴിയുമ്പോൾ ഫുഡ് കിട്ടില്ല. അവസാനം ഒരു ഹോട്ടലിൽ പൊറോട്ടയും ബീഫും കിട്ടിയിട്ടുണ്ട്. നല്ല പൊറോട്ടയും നല്ല ബീഫും കഴിക്കാമല്ലോ. അപ്പം മുമ്പോട്ടുള്ള വീഡിയോ വായിച്ചിട്ട് നമ്മൾ വീണ്ടും കാണാം. ഫുഡ് രാത്രിയായിട്ടാണ്. അങ്ങോട്ട് പോയത് ഉച്ചക്കായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് 4 മണി 5 മണിയായി. ഇത്രയും ഇരുട്ടായി. ഒന്നും കൂടി ഡേഞ്ചർ കഴിഞ്ഞ സമയമാണ്, ഇപ്പോൾ പോകേണ്ട സമയം. അപ്പോൾ നമ്മൾ കാട്ടുകൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം 4 മണിക്ക് ശേഷം ഇതിൻ്റെ ബൈക്കാരെ കയറ്റി വിടാം. അപ്പം നല്ല ഇരുട്ടായി വരുന്നുണ്ട്. രാത്രിയിലാകുമ്പോൾ മൃഗങ്ങളൊക്കെ പുറത്തിറങ്ങുന്ന സമയം. അത്യാവശ്യം കാറും ബൈക്കൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ പോവാം. കാരണം എത്ര വണ്ടി എന്തെങ്കിലും ഒരുപാട് പോകാനും തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്ന നോക്കല്ല ബാക്കിയല്ലേ. അപ്പോൾ ബസ്സൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്ക് ഇതിൽ പോയിട്ട് പൊള്ളാച്ചി വഴി തിരിച്ചു വരും. നമുക്കും വാൽപ്പാറയിൽ പോയിട്ട് പൊള്ളാച്ചി വഴി തിരിച്ചു വരാൻ പ്ലാന്. പക്ഷേ അതുവഴി വരുമ്പോൾ ഒരുപാട് കറങ്ങിയും വേണം. അതിന് പുറമെ ഒരുപാട് ലേറ്റാവും. അതുകൊണ്ട് നമ്മളിവിടെ തിരിച്ചു പോകാനായിട്ട് നമ്മളിപ്പം മലക്കപ്പാറയാണല്ലോ നമ്മളെ ലക്ഷ്യത്തോടെ വന്നത്. അപ്പം ഇതൊരു മലക്കപ്പാറ വരെ വന്നിട്ട് അവിടുത്തെ വൈകിട്ട് തിരിച്ചു പോവാം കേട്ടോ. മാനുകളും കാട്ടാനകളൊക്കെ ഉള്ള ഈ കാട്ടിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മൾ നേരത്തെ ഇതുവഴി പോണ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല. ആൾക്കാരെ കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കാം. ഒരു പാലുണ്ട് അവിടെ. ആ പാലത്തിന് മുകളിൽ ഈ കാണുന്ന വെള്ളച്ചാട്ടം നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. എന്തായാലും വാ പോയി നോക്കാം നമുക്ക്. എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല അടിപൊളി വ്യൂ ആട്ടോ. നല്ലതായിട്ട് വെള്ളച്ചാട്ടം കൊണ്ടേക്ക് നല്ല അടിപൊളിയായിട്ട് ചാടുന്ന വെള്ളം സെറ്റാണ്. എന്നാലും ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, നിൽക്കുന്നുണ്ട്. പൊളി ഒരു രക്ഷയില്ല, അടിപൊളി വൈബ്. ഇവിടെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് റോഡ്. ഇത് നേരെ ആതിരപ്പള്ളിക്കുള്ള റോഡാട്ടോ. അപ്പോൾ ഈ റോഡിലാകുമ്പോൾ നേരെ പോകേണ്ടത്. തണുത്ത് വിറയ്ക്കുന്നുണ്ട്, നല്ല തണുപ്പെന്തായാലും. എന്നാലും ഇപ്പം ഞാൻ ഇറങ്ങിയിട്ട് നേരെ പോവാല്ലേ. ഞാൻ ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ തന്നെ ആതിരപ്പള്ളി ആകെയുള്ള ഒരു പെട്രോൾ പമ്പാണത്. എൻ്റെ 8 ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ നിന്ന് ഇപ്പോൾ ചായ പറഞ്ഞിട്ടുണ്ട്. നല്ല കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട്. നല്ല മഴ കേട്ടോ. ഈ മഴത്തിന് ഓടി നമുക്ക് എറണാകുളത്ത് എത്തണം. അത്യാവശ്യം നല്ല മഴയുണ്ട്. നമ്മളെ ബൈക്കിൽ എവിടെയാണ് പാർക്ക് ചെയ്തേക്കണത്. ഈ മഴത്തോടി ഇനി എറണാകുളത്തോട്ട് പോകണം. ഇവിടെ അങ്ങോട്ട് അത്യാവശ്യം ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കട്ടൻ ചായ കുടിച്ചിട്ട് നേരെ എറണാകുളത്തോട്ട് പോകട്ടോ. നല്ല ചൂട് കട്ടൻ ചായ, നല്ല സ്പൈസ്, കഴിക്കാൻ പറ്റും. അതിനോട് കുടിക്കാൻ നേരെ ഇനി എറണാകുളത്തോട്ട്. അങ്ങനെ സമയം ഇപ്പം ഏകദേശം 7:41 ഞാനിപ്പോൾ അങ്കമാലി എത്തിട്ടോ. അങ്ങനെ കുറേ മഴയും കൊണ്ടുള്ള യാത്ര ഞങ്ങൾ നേരെ എടപ്പള്ളി കുബാബിലെത്തി. കുബാബിൽ നേരെ ഒരു മന്തി വാങ്ങിയിട്ട് നേരെ റൂമിൽ പോവാൻ കഴിക്കാം. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പുതിയ യാത്രകളായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.